എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ, എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയവനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിനുടയവനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. വേഗത്തിൽ വരുമേ, വേഗത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാൻ. വേഗത്തിൽ വരുമേ, വേഗത്തിൽ വരുമേ, എന്നെയും ചേർത്തിടുവാൻ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറനാഥ മാറനാഥ. കണ്ണുനീർ തുടയ്ക്കും യേശുനാഥനെ, മാറനാഥ മാറനാഥ. എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ, എൻ്റെ നിക്ഷേപം നീ തന്നെയാ, എൻ്റെ ഹൃദയവും നിന്നിൽ തന്നെയാ. യേശുവേ എൻ ഹൃദയത്തിനുടയവനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. യേശുവേ എൻ ഹൃദയത്തിനുടയവനേ, എൻ ഹൃദയത്തെ കവർന്നോനേ. വീണ്ടും നമസ്കാരം. സ്വർഗം എന്ന അതിശ്രേഷ്ഠ വിഷയത്തെക്കുറിച്ചാണ് ഈ ദിവസങ്ങൾ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത്. സ്വർഗം എന്ന പദത്തെ അടിസ്ഥാനമാക്കിക്കൊണ്ട് വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്ന, നമ്മെ ഗ്രഹിപ്പിക്കുന്ന, നമ്മെ ബോധവാന്മാരാക്കുന്ന ബൈബിൾ റെഫറൻസുകളുടെ അടിസ്ഥാനത്തിൽ മാത്രം ചില കാര്യങ്ങൾ പറയുവാൻ ആഗ്രഹിക്കുക. ഇവിടെ ആരാധന എന്ന ഒരു വിഷയത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ഓരോ പ്രോഗ്രാമും അധികം നീണ്ടുപോകാതെ ഷോർട്ടായിട്ട് തന്നെ എടുത്തു തീർക്കുവാൻ ദൈവകൃപയിൽ ശരണപ്പെടുകയാണ്. ഈ ആരാധന ആരംഭിക്കുന്നത് എവിടെ നിന്നാണ്? ഈ ആരാധനയുടെ ഉത്ഭവം വിശുദ്ധ ബൈബിൾ നമ്മെ പഠിപ്പിക്കുന്നത് സ്വർഗത്തിൽ നിന്നും ആരാധന ആരംഭിക്കുന്നതായിട്ടാണ്. ആദിയിൽ ദൈവം സ്വർഗവും സ്വർഗങ്ങളെയും സ്വർഗീയ ദൂത സഞ്ചയങ്ങളെയും സൃഷ്ടിക്കുമ്പോൾ പ്രപഞ്ച സൃഷ്ടികർത്താവായ ഈ മഹാദൈവത്തെ, ഈ ഏകസത്യ ദൈവമായ കർത്താവിനെ അവൻ്റെ സൃഷ്ടികളാകുന്ന സ്വർഗീയ ദൂതന്മാർ, സ്വർഗീയ മാലാഖമാർ സംഘം സംഘം ചേർന്ന് സ്വർഗശൃംഗാസന ചുറ്റും നിന്ന് ആരാധിക്കുക. ആരാധന ഉൽപ്പത്തി പുസ്തകം മുതൽ തന്നെ നമുക്ക് കാണുവാൻ കഴിയുന്നുവെങ്കിലും അതിൻ്റെ ഗൗരവത്തെ, അതിൻ്റെ തനിമയിൽ വെളിപ്പെടുത്തിയിരിക്കുന്ന ചില ഭാഗങ്ങൾ യെശയ്യാപ്രവചനം 6-ാം അധ്യായത്തിൽ ഒരു ഭാഗം, യെഹെസ്കേൽ പ്രവചനം 1-ാം അധ്യായത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഭാഗം ആരാധനയോട് ബന്ധപ്പെട്ടതാണ്. വെളിപ്പാട് പുസ്തകം 4-ഉം 5-ഉം അധ്യായം സ്വർഗീയ ആരാധനയുമായി ബന്ധപ്പെട്ട ഭാഗമാണ്. എന്നാൽ അതിൽ ശരിക്കുമുള്ള ഒരു ഓർഡർ, അതിൻ്റെ ക്രമീകരണം എന്താണെന്ന് അവിടെ നോക്കിയാൽ എല്ലാം മനസ്സിലാക്കുവാൻ കഴിയുകയുമില്ല. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം മുതൽ തന്നെ വെളിപ്പെടുത്തിയിരിക്കുന്ന ഒരു ആരാധനയെ കുറിച്ച് വായിക്കുന്നത്, കർത്താവ് ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവന്റെ വസ്ത്രത്തിന്റെ വിളിമ്പുകൾ മന്ദിരത്തെ നിറച്ചിരുന്നു. സാറാബുകൾ അവന് ചുറ്റും നിന്നു. ഓരോരുത്തന് 6 ചിറകുണ്ടായിരുന്നു. 2 കൊണ്ട് അവർ മുഖം മൂടി, 2 കൊണ്ട് കാൽ മൂടി, 2 കൊണ്ട് പറന്നു. ഒരുത്തനോട് ഒരുത്തൻ, സൈന്യങ്ങളുടെ യഹോവ പരിശുദ്ധൻ പരിശുദ്ധൻ പരിശുദ്ധൻ, സർവഭൂമി അവന്റെ മഹത്വം കൊണ്ട് നിറഞ്ഞിരിക്കുന്നു എന്ന് പാടുകയാണ്. 6 ചിറകുകൾ വീതമുള്ള സാറാബ് ഗണത്തിൽപ്പെട്ട ആരാധനാ ദൂതന്മാർ അവിടെ സംഘം സംഘമായി സിംഹാസനത്തിന് ചുറ്റും നിന്ന് പാടുന്നു. ആ പാടുന്ന പാട്ടിന്റെ അർത്ഥം തന്നെ
ഈ പ്രപഞ്ച സൃഷ്ടികർത്താവായ അത്യുന്നതനായ ദൈവം പരിശുദ്ധൻ 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 എന്ന് അവർ ആരാധിക്കുന്നു, പറന്ന് ആരാധിക്കുന്നു. അപ്പോൾ ആരാധന സ്വീകരിക്കുവാൻ അർഹനായ, ആരാധനയ്ക്ക് യോഗ്യനായ സൃഷ്ടികർത്താവായ ഏക ദൈവത്തെങ്കിലേക്കാണ് ഈ ദൂതന്മാർ ആരാധനയിൽ ഫോക്കസ് ചെയ്യുന്നത്. അപ്പോൾ ആരാധന ആരംഭിച്ചത് മനുഷ്യ സൃഷ്ടിക്ക് മുന്നമേ സ്വർഗത്തിൽ, സ്വർഗാദി സ്വർഗത്തിൽ അത് ആരംഭിക്കുകയാണ്. അത്യുന്നതനായ ദൈവം സ്വർഗത്തിൽ തന്റെ സിംഹാസനം സ്ഥാപിച്ചുകൊണ്ട് ഈ പ്രപഞ്ചത്തെ മുഴുവനും വാഴുന്ന ദൈവമാണ്. ദൈവനാമത്തിന് മഹത്വം. അപ്പോൾ ഇവിടെ സാറാബ് ഗണത്തിൽപ്പെട്ടവർ മാത്രമാണോ ആരാധിക്കുന്നത്? ഒരു ഗണം ആരാധനാ വിഭാഗത്തിൽപ്പെട്ട സാറാബുകളെ കുറിച്ച് പറയുമ്പോൾ കെരൂബ് ഗണത്തിൽപ്പെട്ട ദൂത സംഘങ്ങളെ കുറിച്ച്, ബലവാന്മാരായ ശക്തന്മാരായ ദൂതഗണങ്ങളെ കുറിച്ച് നമുക്ക് വിവിധ ഇടങ്ങളിൽ കാണുവാൻ കഴിയുന്നു. സേവകാത്മാക്കൾ എന്നുള്ള നിലയിൽ മനുഷ്യർക്ക് സഹായികളായ, തക്ക സമയത്ത് മനുഷ്യർക്ക് സംരക്ഷണം നൽകുന്ന ഒരു കൂട്ടം ദൂതന്മാരെ കുറിച്ച്, കോടാനുകോടി ദൂതഗണങ്ങളെ കുറിച്ച് അവിടെയും പറയുന്നുണ്ട്. അവരൊക്കെയും ആരാധിക്കുന്നവരാണ്. പ്രധാന ദൂത പ്രഭുക്കന്മാരിൽ ഗബ്രിയേലുണ്ട്, മീഖായേലുണ്ട്, ഊറിയേലുണ്ട്, റഫായേലുണ്ട്, അനേക ദൂത സംഘങ്ങളുണ്ട്. അവരും ആരാധനയിൽ പങ്കുചേരും. അവരുടെ എണ്ണം കോടാനുകോടികളാണെന്ന് മനസ്സിലാക്കണം. ആരാധനയ്ക്ക് യോഗ്യനായ ദൈവം ആരാധന സ്വീകരിക്കാനും തന്റെ അനുഗ്രഹം തന്റെ സൃഷ്ടികളിലേക്ക് പകരപ്പെടുവാനും ഇടയാകേണ്ടതിന് ദൈവം അവിടെ ജാഗ്രതയോടുകൂടെ ആയിരിക്കുക. ലൂക്കോസിന്റെ സുവിശേഷം 2-ാം അധ്യായം 13-ാം വാക്യം മുതലവിടെ വായിക്കുമ്പോൾ 1-ാം അധ്യായത്തിന്റെ 19-ാം വാക്യത്തിലും നോക്കുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിന്റെ ജനന വാർത്ത അറിയിപ്പാൻ, ആട്ടിടയന്മാരോട് ജനന വാർത്ത അറിയിപ്പാൻ സ്വർഗത്തിൽ നിന്ന് ഗബ്രിയേൽ ദൂതൻ ഇറങ്ങി വന്ന് ആ ദൂത് പ്രസ്താവിക്കുകയാണ്. അതിലുപരി അവിടെ കാണുവാൻ കഴിയുന്നത് സ്വർഗീയ സൈന്യത്തിന്റെ ഒരു സംഘം ഗബ്രിയേൽ ദൂതനോടുകൂടെ ചേർന്ന് അവർ പാടി ആരാധിക്കുന്നു. യേശുക്രിസ്തുവിന്റെ ജനനത്തിങ്കൽ സ്വർഗത്തിലെ ആരാധന വിഭാഗത്തിൽപ്പെട്ട ഒരു കൂട്ടം, ഒരു സംഘം പ്രധാന ദൂതന്മാരിൽ ദൂതവാഹിയായ ഗബ്രിയേൽ ദൂതനോടൊപ്പം ഇറങ്ങി യേശുവിന്റെ ജനനത്തിങ്കൽ ഈ സ്പേസിൽ നിന്ന് അവർ പാടുകയാണ്: അത്യുന്നതങ്ങളിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ ദൈവപ്രസാദമുള്ള മനുഷ്യർക്ക് സമാധാനം. അപ്പോൾ സ്വർഗത്തിൽ ശക്തമായി നടക്കുന്ന ആരാധനയിൽ ചിലപ്പോൾ ഭൂമിയിലും ദൂതസംഘങ്ങൾ ഇറങ്ങി വന്ന് ചില സന്ദർഭങ്ങളിൽ അവർ പാടി ആരാധിച്ചിട്ടുണ്ട്. യെശയ്യാപ്രവചനം 14-ാം അധ്യായം സ്വർഗീയ ആരാധനയിൽ ദൂതസംഘങ്ങൾ ആരാധനയിൽ അണിചേരുമ്പോൾ തന്നെ അതിൻ്റെ മുൻനിരയിൽ ലീഡർമാരായി നിൽക്കുന്ന ദൂതസംഘങ്ങളുമുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ദൂതന്മാരിൽ ചിലർക്കുള്ള പങ്ക് നമുക്ക് ബൈബിളിൽ കാണുവാൻ കഴിയുന്നത് യെശയ്യാപ്രവചനം 14-ാം അധ്യായത്തിന്റെ 11-ാം വാക്യം: നിന്റെ ആഡംബരവും വാദ്യഘോഷവും പാതാളത്തിലേക്ക് ഇറങ്ങിപ്പോയി. പ്രധാന ദൂതന്മാരിൽ ഡിഫ്യൂസർ ഓഫ് ലൈഫ്, പ്രകാശം പരത്തുന്ന തേജോമയനായ ഒരു ദൂതനെ കുറിച്ച് പറയുന്നുണ്ട്. ആ ദൂതൻ ഗാനഗന്ധർവൻ എന്ന ഒരു വാക്ക് ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല. താൻ ചിറക് വിടർത്തി മറയ്ക്കുന്ന ഗരൂപാണ്. അപ്പോൾ തന്നെ തന്നെ സൃഷ്ടിച്ച സൃഷ്ടിപ്പിലുള്ള മനോഹരത്വം, ഭയങ്കരത്വം എന്താണെന്നുള്ളത് ബൈബിൾ വ്യക്തമായി പറയുന്നുണ്ട്. അതുകൂടെ നമുക്ക് നോക്കാം. ആ ദൂതൻ ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ തന്റെ ആഡംബരവും വാദ്യഘോഷവും എന്ന് പറഞ്ഞാൽ ഭൂമിയിൽ മനുഷ്യനിർമ്മിതമായ വാദ്യ ഉപകരണങ്ങളുണ്ട്, ആധുനിക സംഗീത ഉപകരണങ്ങളുണ്ട്. ഓരോ കാലഘട്ടം മാറുന്നതനുസരിച്ച് പഴയത് മാറുന്നു, പുതിയ പുതിയ ഉപകരണങ്ങൾ വരുന്നു. അതൊക്കെയും സംഗീതത്തിന് മാറ്റുകൂട്ടുന്നതാണ്, സംഗീതത്തിന് നല്ലത് തന്നെയാണ്. ഇതൊന്നും സൃഷ്ടിക്കുന്നതിന് മുന്നമേ തന്നെ
ഇതിനേക്കാളും ഏറ്റവും മെച്ചമായ നിലയിൽ ആരാധന ഗാനങ്ങൾ ഉയരുന്ന, ഒപ്പം സംഗീതം പകർന്നു കൊടുക്കുന്ന സംവിധാനം സ്വർഗത്തിൽ തന്നെ ഉണ്ടായിരുന്നു എന്നാണ് അവിടെ വായിക്കുന്നത്. 12-ാം വാക്യത്തിൽ വായിക്കുന്നു, അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തുനിന്ന് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വയ്ക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരുളും. ഞാൻ മഹോന്നതങ്ങൾക്ക് മീതെ കയറും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും. ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. ആരാധന ദൈവത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഒന്നാണ്. ആരാധനയ്ക്ക് ഒരു ലീഡർ സ്ഥാനത്ത് നിൽക്കുന്ന പ്രകാശപൂരിതമായ തേജോമയനായ ഒരു കെരൂബിനെ കുറിച്ച് ഇവിടെ വായിക്കുന്നു. ആ കെരൂബ് എന്ന ദൂതൻ മലയാള ബൈബിളിൽ പേര് പറഞ്ഞിട്ടില്ല, എന്നാൽ ഇംഗ്ലീഷ് ബൈബിളിൽ അവിടെ പറയുന്നുണ്ട്. 12-ാം വാക്യം, ഹൗ യു ആർ ഫാളൻ ഫ്രം ഹെവൻ, ഓ ലൂസിഫർ സൺ ഓഫ് ദ മോർണിംഗ്. പ്രഭാത നക്ഷത്രമേ, ഓ ലൂസിഫറെ, നീ എങ്ങനെ ആകാശത്തു നിന്ന് നിലത്ത് വീണു? ആകാശം എന്നുള്ളതിന് ഇംഗ്ലീഷ് പരിഭാഷകളിൽ ബൈബിളിൽ മിക്കവാറും സ്വർഗം അല്ലെങ്കിൽ സ്വർഗോന്നതങ്ങളിൽ നിന്നും എന്നുള്ള അർത്ഥമാണ് കാണുന്നത്. എങ്ങനെ സ്വർഗത്തിൽ നിന്ന് വീണു? ഈ വീണ ദൂതനെ കുറിച്ച് യെഹെസ്കേൽ പ്രവചനം 28-ാം അധ്യായത്തിൽ ഇപ്രകാരം വായിക്കുന്നു. 28-ന്റെ 12-ാം വാക്യം മുതൽ, നീ മാതൃകാമുദ്രയാകുന്നു, നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനും തന്നെ. ഹൗ യു ആർ ഫാളൻ ഫ്രം ഹെവൻ, ഓ ലൂസിഫർ സൺ ഓഫ് ദ മോർണിംഗ് എന്ന് യെശയ്യാവിൽ പറഞ്ഞിരിക്കുന്ന അതേ കാര്യം തന്നെയാണ് ഇവിടെ യെഹെസ്കേലിൽ നമ്മൾ വായിക്കുന്നു. നീ മാതൃകാമുദ്രയാകുന്നു, നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനും തന്നെ. സൃഷ്ടിപ്പിൽ തന്നെ ജ്ഞാനപൂർണനായ ദൈവം ഈ ലൂസിഫറിനെ സൃഷ്ടിച്ചു. നീ ദൈവത്തിന്റെ തോട്ടമായി ഏദനിലായിരുന്നു. താഴോട്ട് വായിക്കുമ്പോൾ 14-ാം വാക്യം, നീ ചിറകു വിടർത്ത് മറയ്ക്കുന്ന കെരൂബാകുന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. വിശുദ്ധ ദേവപർവ്വതം എന്നിവിടെ വായിക്കുന്നത് വിശുദ്ധ ദൂത സമൂഹങ്ങളുടെ നടുവിൽ ഒരു ഉന്നതനായി ഇരുത്തിയിരുന്നു, അധികാരപ്പെടുത്തിയിരുന്നു എന്നാണ് അർത്ഥമാക്കുന്നത്. വീണ്ടും അതിന്റെ ഗൗരവത്തെ വായിക്കുന്നു. നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. അവിടെ അഗ്നിമയമായ രഥങ്ങളുണ്ട്. അവയെക്കുറിച്ചുള്ള ചില വിശദീകരണം പിന്നത്തേതുള്ള എപ്പിസോഡുകളിൽ വിശദീകരിക്കുവാൻ ആഗ്രഹിക്കുന്നു. വിശുദ്ധ ദൈവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു, നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. അഗ്നിമയ അശ്വങ്ങളും അഗ്നിമയ രഥങ്ങളുമുണ്ട്. വിവിധ ഗ്രൂപ്പുകളിൽപ്പെട്ട ദൂതസംഘങ്ങളുണ്ട്. അവയുടെ മധ്യേ സഞ്ചരിച്ചു പോന്നു. താഴോട്ട് വീണ്ടും വായിക്കുന്നു 16-ാമത്തെ വാക്യം, നിന്റെ അന്തർഭാഗം സാഹസം കൊണ്ട് നിറഞ്ഞു, നീ പാപം ചെയ്തു. അവൾ മനുഷ്യ സൃഷ്ടിക്ക് മുന്നമേ തന്നെ ദൈവം സൃഷ്ടിച്ച വിശുദ്ധ ദൂതഗണങ്ങളിൽ മാലാഖമാരിൽ പാപമുണ്ടായി. ഒന്നാമത് ലൂസിഫറിൽ ഉണ്ടായി. അങ്ങനെ നീ പാപം ചെയ്തു. പാപം എന്താണെന്ന് ഒറ്റ വാക്കിലൂടെ പറഞ്ഞിരിക്കുന്നത് നിഗളം, അഹങ്കാരമാണ്. തന്റെ ആരാധനയുടെ ആ സ്വഭാവത്തെക്കുറിച്ച് അഹങ്കാരത്തിനും നിഗളിക്കുവാനുള്ള ഒരു കാരണം കൂടെ പറയുന്നുണ്ട്. നിന്നെ അഗ്നിമയമായ രഥങ്ങളുടെ മധ്യേ നിന്നും മുടിച്ചു കളഞ്ഞു. നിന്റെ സൗന്ദര്യ നിമിത്തം നിന്റെ ഹൃദയം നിഗളിച്ചു. അപ്പോൾ സൗന്ദര്യ സമ്പൂർണനായിരുന്നു. നിന്റെ പ്രഭ നിമിത്തം നീ നിന്റെ ജ്ഞാനത്തെ വഷളാക്കി. ഞാൻ നിന്നെ അശുദ്ധനെന്നണി. ഇങ്ങനെയാണ് അവയെക്കുറിച്ച് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ജ്ഞാനസമ്പൂർണനായ ഈ ദൂതനെ സൃഷ്ടിപ്പിൽ തൻ്റെ ശരീരത്തിൻ്റെ വിവിധ വർണ്ണനെ കുറിച്ച് പറയുന്നു. നീ മാതൃകാ മുദ്രയായിരുന്നു, ജ്ഞാനസമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനും തന്നെ. താമ്രമണി, പീതരത്നം, വസ്ത്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളെയും നിന്നെ മൂടിയിരുന്നു.
നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളുടെ കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. കൂടുകളെ പണി പൊന്ന്, തൻ്റെ ശരീരം മുഴുവനും വിവിധ രത്നങ്ങളാൽ ഡിസൈൻ ചെയ്യപ്പെട്ട നിലയിലാണ്. അപ്പോൾ നോട്ടത്തിൽ തന്നെ ഈ പ്രധാന ദൂതന്മാരിൽ ഒരുവനായ പ്രകാശം പരത്തുന്ന തേജോമയനായ ഈ ലൂസിഫർ കാഴ്ചയിൽ വളരെ 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 സൗന്ദര്യ സമ്പൂർണനായിരുന്നു, ഒപ്പം ജ്ഞാനസമ്പൂർണനായിരുന്നു. അവൻ വീണുപോയി. ആരാധന സമയത്തും അസമയത്തും ആരാധിക്കാം, ഒറ്റയ്ക്ക് ആരാധിക്കാം, ഇരുവർ തമ്മിൽ ആരാധിക്കാം, ഒരു ചെറിയ ഗ്രൂപ്പ് ചേർന്ന് ആരാധിക്കാം, ഒരു വലിയ സമൂഹത്തോട് ആരാധിക്കാം, ലക്ഷോപലക്ഷം ജനങ്ങൾ ദൈവമക്കൾക്ക് ഒരുമിച്ച് കൂടുമ്പോൾ അവിടെ ആരാധിക്കാം. ആരാധന എവിടെയും ദൈവനാമ മഹത്വത്തിന് വേണ്ടി ജനം ആത്മാവുത്സവത്തിലും ആരാധിക്കുവാൻ തയ്യാറാകണം. എന്നാൽ ഒരു കാര്യമുണ്ട്, പ്രധാന ദൂതന്മാരിൽ ഒരുവനായ ലൂസിഫർ വീഴാൻ കാരണം തന്നിൽ സൃഷ്ടിച്ച നാളിലുള്ളതായ സൗന്ദര്യവും ജ്ഞാനവും നിമിത്തം താൻ വഷളായി, താൻ അഹങ്കരിച്ചു, താൻ നിഗളിച്ചു. അതേ പ്രിയമുള്ളവരെ, ഒരു കാര്യം ഓർക്കുക, ഇന്നും മാനവരാശിയുടെ ഇടയിൽ ലോകത്തിന്റെ എല്ലാ ഭാഗങ്ങളിലും വളരെ വളരെയധികം ശോഭിച്ചെന്ന പ്രൈസ് ആൻഡ് വർഷിപ്പ് നടത്തുന്ന, അതിനോട് ബന്ധപ്പെട്ട ദൈവികമായ ആലോചനകൾ ദൂതകൾ ജനത്തോട് അറിയിക്കുന്ന അനേക വിശ്വാസ വീരന്മാർ പട്ടുപോകാൻ ഒരു കാരണം അവരിൽ വ്യാപരിച്ച ദൈവകൃത നിമിത്തം അവർ അഹങ്കരിച്ചത് കൊണ്ടാണ്, അവർ നിഗളിച്ചത് കൊണ്ടാണ്. അങ്ങനെ അനേകരുടെ വിശ്വാസ കപ്പൽ തകർന്നു പോയി എന്ന് ബൈബിളിലെ ഒരു വാക്യം കൂടെ ഓർക്കുവാനായി താല്പര്യപ്പെടുകയാണ്. പ്രിയമുള്ളവരെ, നമുക്ക് ദൈവം നൽകുന്ന ഏത് കഴിവിലും നിഗളിക്കാതെ താഴ്മയോടുകൂടെ വിനയത്തോടുകൂടെ ദൈവത്തെ മഹത്വപ്പെടുത്തി ജനത്തിന്റെ ഇടയിൽ ദൈവത്തിന് പ്രസാദകരമായി ജീവിക്കുന്നുവെങ്കിൽ ദൈവം ഐശ്വര്യമായി അനുഗ്രഹിക്കും എന്നതിന് ഒരു തടസ്സവുമില്ല, ഒരു മാറ്റവുമില്ല. ദൈവം ആരാധനയ്ക്ക് യോഗ്യനാണ്. നമ്മുടെ ആരാധന ദൈവത്തിന് പ്രസാദകരമായിരിക്കട്ടെ. ദൈവം നൽകുന്ന ഏത് കഴിവുകളും ദൈവനാമ മഹത്വത്തിന് വേണ്ടി ഉപയോഗിക്കുന്നവരായി തീരട്ടെ. അത് ദൈവത്തിന് പ്രസാദകരമാണ്. അതെ, വീണുപോയവർ ഒന്നോ രണ്ടോ അല്ല, എല്ലാ തലമുറകളിലും എല്ലാ കാലഘട്ടങ്ങളിലും അനേകർ വീണുകൊണ്ടിരിക്കുമ്പോൾ വീണവരുടെ പരാജയത്തെ കണ്ട് മുന്നിട്ട് പോകേണ്ടവരല്ല, വിജയശ്രീ ലാളിതരായി കർത്താവിന് വേണ്ടി സൗരഭ്യമായി തീരുന്ന ഭക്തന്മാരെ നോക്കിക്കൊണ്ട് കർത്താവിന്റെ നാമത്തിൽ മുന്നേറുവാൻ കർത്താവ് നമ്മെ സഹായിക്കുമാറാകട്ടെ. ആരാധന ദൈവത്തിന് പ്രസാദകരമാണ്.